നിങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമല്ലേ? എന്റെ സംസ്ഥാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇത് പ്രത്യേക രാജ്യമൊന്നുമല്ല. കേൾക്കുന്നത് അല്പം കടുപ്പമുള്ള വാക്കുകളാണല്ലേ? എന്നാൽ ഇത് പറഞ്ഞത് മറ്റാരുമല്ല, രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അദ്ദേഹത്തിന്റെ DMK സർക്കാരിനും മുഖത്തേറ്റ ഒരു പ്രഹരമാണിത്. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന നവോദയ വിദ്യാലയങ്ങളെ തമിഴ്നാട്ടിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന സ്റ്റാലിന്റെ ശാഠ്യത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലുടനീളം ഗ്രാമീണ മേഖലയിലെ മിടുക്കരായ കുട്ടികൾക്ക് സൗജന്യമായ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വിജയകരമായി പ്രവർത്തിക്കുമ്പോഴും തമിഴ്നാട് മാത്രം ഇതിനെ പതിറ്റാണ്ടുകളായി എതിർക്കുന്നു. കാരണം എന്താണ്? വെറും രാഷ്ട്രീയ ലാഭവും ഹിന്ദി വിരുദ്ധത എന്ന പതിവ് പല്ലവിയും. ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് സ്റ്റാലിൻ സർക്കാരിനോട് ചോദിച്ചത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം എന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. അവിടെ കേന്ദ്രത്തിന് നിക്ഷേപം നടത്താൻ അവകാശമുണ്ട്. മെറിറ്റുള്ള കുട്ടികൾക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്ന ഈ വിദ്യാലയങ്ങളെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന പുകമറ സൃഷ്ടിച്ച് ഗ്രാമീണ കുട്ടികളുടെ ഭാവി എന്തിനാണ് ഇല്ലാതാക്കുന്നത്? ഭാഷാ രാഷ്ട്രീയത്തിന്റെ പേരിൽ കുട്ടികളുടെ അവസരം അടിച്ചമർത്തരുത് എന്ന് കോടതി കർശനമായി പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തമിഴ് വികാരം ഇളക്കിവിട്ട് വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുന്ന DMKയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ കോടതിക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ നവോദയ സ്കൂളുകൾ? 1986 രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുട്ടികളാണ് IAS-കാരും ഡോക്ടർമാരും ഒക്കെയായി മാറിയത്. എന്നാൽ തമിഴ്നാട്ടിൽ മാത്രം ഈ സ്കൂളുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതി സ്കൂളുകൾ തുടങ്ങാൻ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് സ്റ്റാലിൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നതാണെന്നും തമിഴ് പഠന നിയമത്തിന് വിരുദ്ധമാണ് നവോദയയിലെ ത്രിഭാഷാ പഠന പദ്ധതി എന്നും സർക്കാർ വാദിക്കുന്നത്. അതായത് നവോദയയിൽ 3 ഭാഷ പഠിക്കണം. എന്നാൽ ഈ വാദങ്ങളിലെ പൊള്ളത്തരം കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. സ്കൂൾ നിർമ്മിക്കാനുള്ള ഭൂമിയും ധനവിഹിതവും സൗകര്യങ്ങളും ഒക്കെ നൽകാൻ കഴിയില്ലെന്ന തമിഴ്നാട് സർക്കാരിന്റെ വാദത്തെ ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, നിങ്ങൾ ഒരുപടി മുന്നോട്ട് വന്നാൽ കേന്ദ്രവും ഒരുപടി അങ്ങോട്ട് വരും എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെ എല്ലാം തന്നെ തമിഴ് വിരുദ്ധം എന്ന് മുദ്രകുത്തി തടയുക എന്നത് സ്റ്റാലിൻ സർക്കാരിന്റെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സഖാവ് പിണറായി വിജയനെ പോലെ. അത് ദേശീയ വിദ്യാഭ്യാസ നയമായാലും നവോദയ വിദ്യാലയങ്ങളായാലും എന്തു തന്നെയായാലും കുട്ടികൾ 3 ഭാഷകൾ പഠിച്ചാൽ അത് അവരുടെ അറിവ് വർദ്ധിപ്പിക്കുകയല്ലേ ഉള്ളൂ എന്ന് കോടതി പോലും തിരിച്ചു ചോദിക്കുന്നു. ലോകം മുഴുവൻ വളരുമ്പോൾ തമിഴ്നാട്ടിലെ കുട്ടികളെ ഒരു കുപ്പിക്കുള്ളിൽ തളച്ചിടാനാണ്, ഒരു പൊട്ടക്കിണറ്റിനുള്ളിൽ തളച്ചിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് കുടിശ്ശിക നൽകാനുണ്ടെന്ന സാമ്പത്തിക തർക്കങ്ങൾ പോലും ഇത്തരം വിദ്യാഭ്യാസ പദ്ധതികളെ തകർക്കാൻ കാരണമായി DMK ഉയർത്തുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ വളരെ വ്യക്തമാണ്. 6 ആഴ്ചയ്ക്കുള്ളിൽ നവോദയ സ്കൂളുകൾ തുടങ്ങാൻ ആവശ്യമായ ഭൂമി കണ്ടെത്തി റിപ്പോർട്ട് നൽകണം. രാഷ്ട്രീയത്തിന് മുകളിലാണ് വിദ്യാർത്ഥികളുടെ ഭാവി എന്ന് സ്റ്റാലിൻ സർക്കാർ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്റെ സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പൊതുവായ പുരോഗതിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആർക്കും കഴിയില്ല എന്ന് സുപ്രീം കോടതിയുടെ താക്കീത് DMK സർക്കാരിന് മാത്രമല്ല നമ്മുടെ പിണറായി വിജയൻ സർക്കാരിനും കൂടെയുള്ള ഒരു അവസാന മുന്നറിയിപ്പായി കരുതേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.